അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഹാബികളെ സംബന്ധിച്ചിടത്തോളം സുന്നികളെ മുശ്രിക്കാക്കുന്നതിനോ അവരുടെ അന്ധവിശ്വാസങ്ങൾക്കോ അവരുടെ ശിർക്കൻ വിശ്വാസങ്ങൾക്കോ ഒരു പ്രമാണവും ഇല്ല. അവർക്കാകെയുള്ളത് ചില മലയാളം വാക്കുകളാണ്. പ്രമാണങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ മാതൃഭാഷ സ്നേഹികളാണവർ. മലയാളത്തിൽ ഖുതുബ നിർവഹിക്കുന്നു. ശിർക്കും തൗഹീദും തീരുമാനിക്കുന്നത് ഒരു മലയാള വാക്കുകൊണ്ടാണ്. പ്രാർത്ഥന എന്ന മലയാള വാക്കാണ് അവർ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക്. പ്രാർത്ഥന എന്ന മലയാള വാക്ക് പ്രമാണത്തിൽ എവിടെ നോക്കിയാലും കാണാൻ കഴിയില്ല. മലയാള ഡിക്ഷണറി പരിശോധിച്ചാൽ പ്രാർത്ഥന എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. യാചിക്കുക, ഹർജി കൊടുക്കുക, അപേക്ഷിക്കുക തുടങ്ങി ധാരാളം അർത്ഥങ്ങൾ ഡിക്ഷണറി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഹർജി കൊടുക്കുക എന്ന് പറഞ്ഞാലും അപേക്ഷിക്കുക എന്ന് പറഞ്ഞാലും അത് അള്ളാഹുവിനോടാകുമ്പോൾ അത് പ്രാർത്ഥനയാണ്. അതേ സ്ഥാനത്ത് വില്ലേജ് ഓഫീസിൽ പോയി ഹർജി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് വഹാബികൾ പോലും പറയില്ല. യഥാർത്ഥത്തിൽ അവർ ശിർക്കാണെന്ന് പറയേണ്ടതാണ്. കാരണം പ്രാർത്ഥനയുടെ ഒരർത്ഥമാണ് ഹർജി കൊടുക്കുക എന്നുള്ളത്. പിന്നെന്തുകൊണ്ടാണ് വില്ലേജ് ഓഫീസർക്ക് ഹർജി കൊടുക്കുക എന്ന് പറയുമ്പോ ശിർക്കാണെന്ന് പറയാത്തത് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഇലാഹല്ല എന്ന് വിശ്വസിക്കാതെ ഹർജി കൊടുത്താൽ, അപേക്ഷിച്ചാൽ അഥവാ പ്രാർത്ഥിച്ചാൽ ശിർക്കാണ് എന്നാണ് ഇവർ പറയാറുള്ളത്. ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ എന്ന് നമ്മൾ വഹാബികളോട് പറഞ്ഞാൽ അവര് പറയാറുള്ളത് എന്താണ്? ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ തന്നെ പ്രാർത്ഥിക്കണമെന്നില്ല, അല്ലാതെ തന്നെ ശിർക്ക് വരും. അപ്പോൾ പിന്നെ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ഹർജി കൊടുത്താൽ അല്ലെങ്കിൽ അപേക്ഷിച്ചാൽ അല്ലെങ്കിൽ സഹായം ചോദിച്ചാൽ എങ്ങനെയാണ് ശിർക്കാകുന്നത്? എന്ന ശബ്ദം കേട്ടാൽ ശിർക്കാണെന്നാണോ? ആണെങ്കിൽ അങ്ങനെ പറയണം. നമ്മൾ പറയുന്നത് ചോദ്യങ്ങളിലോ പ്രവർത്തനങ്ങളിലോ അല്ല. ഇസ്തിഗാസയുടെ വിഷയത്തിൽ ശിർക്ക് വരുന്നത് വെറും ചോദ്യം ശിർക്കാണെന്ന് പറയാൻ ഈ മലയാള വാക്ക് മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. ഏതെങ്കിലും ഒരു ചോദ്യം ശിർക്കാണെന്ന് ഖുർആനിലോ ഹദീസിലോ ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും കാണാൻ സാധ്യമല്ല. കാക്കണേ, രക്ഷിക്കണേ, സഹായിക്കണേ, ഇത് ശിർക്കാണെന്ന് എവിടെയാണുള്ളത്? എന്നാൽ വിശ്വസിച്ചാൽ ശിർക്കാകുന്നതും വിശ്വസിച്ചാൽ തൗഹീദാകുന്നതുമായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഹദീസിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഇന്ന ചോദ്യം ചോദിച്ചാൽ ശിർക്കാണെന്ന് എവിടെയും കാണാൻ സാധ്യമല്ല. അത് വഹാബികളുടെ ജൽപ്പനം മാത്രമാണ്. ഇതാണ് അലവി സഖാഫി ഉസ്താദ് മുഖാമുഖത്തിൽ വെച്ചുകൊണ്ട് പ്രമുഖ ജിന്ന് വ്യവസായിയും ജിന്നാരാധകനുമായ ഹുസൈൻ സലഫി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയപ്പോൾ EK സമസ്തയും AP സമസ്തയും സംയുക്തമായി സംഘടിപ്പിച്ച മുഖാമുഖത്തിലൂടെ ആ ജിന്ന് വ്യവസായിയുടെ വിഖണ്ഡവാദങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയത്. അതുപോലെ തന്നെ ഒരു മഹാന്റെ കൈ കിട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരവയവം കിട്ടി, അതിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ വളരെ സവിസ്തരമായി ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉസ്താദ് പറയുന്നുണ്ട്. ആദ്യാവസാനം വരെ വളരെ ഉപകാരപ്രദമായ ഒരു മുഖാമുഖമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കേൾക്കണമെന്നും ഇതിന്റെ പ്രചാരകരാകണമെന്നും കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്നും അതിന് നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അലവി സഖാഫി ഉസ്താദിനെ കേൾക്കാനായി പോകാം വീഡിയോയിലേക്ക്. ഉസ്താദ്, എന്നോട് എൻ്റെ ചോദ്യം, ഉസ്താദ്, ഔലിയാക്കന്മാരെ ആരാണ് തീരുമാനിക്കുന്നത്? ഇന്നാൾ ഔലിയ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ നല്ലോണം. അത് അള്ളാഹു ആണ് തീരുമാനിക്കുക ഇന്നയാൾ വലിയാകുന്നു എന്നത്. അടയാളം കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അയിമ്മത്തുകൾ അതിന് പഠിപ്പിച്ച അടയാളങ്ങളുണ്ട്. അൽ വലിയു അൽ ആരിഫു ബില്ലാഹി വബിസിഫാതിഹി അൽ മുവാളിബു അല ത്വാഅത്ത് അൽ മുജ്തനിബു അനിൽ മആസി വൽ മുഅ്രിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാതി വശഹവാത്ത് എന്ന് അയിമ്മത്തുകൾ സഅദുദ്ദീൻ തഫ്താസാനി ഇമാമിനെ പോലെയുള്ളവരൊക്കെ എല്ലാ അയിമ്മത്തുകളും പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് നന്നായി അറിയുക, അള്ളാഹുവിന്റെ ഇബാദത്തുകളിൽ പതിവാവുക, തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും മുക്തനാവുക, അള്ളാഹുവുമായുള്ള ആ അടുപ്പത്തിന് ഹാനികരമാകുന്ന വിധത്തിൽ ഭൗതികമായ നമ്മുടെ അനുഭൂതികളിലും അതുപോലെ ആനന്ദങ്ങളിലും അങ്ങേയറ്റം അതിലേക്ക് മുറിഞ്ഞു വീഴുന്ന
അവസ്ഥയെ തൊട്ട് തിരിഞ്ഞു കളയുക പോലെയുള്ള സൽഗുണങ്ങൾ ഉള്ളവരാണ് വലിയ എന്ന് പറയുന്നത് എന്ന് ഇമാമുമാര് പറഞ്ഞിട്ടുണ്ട്. ഒരാളെ വലിയാക്കലും ആക്കാതിരിക്കലും ഒക്കെ അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഈ അടയാളം ഉള്ളവരെ നമുക്ക് അയാൾ വലിയാണ് എന്ന് അയിമത്തുകൾ പഠിപ്പിച്ചു തന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ഞങ്ങളോട് മംഗലാപുരത്ത് ബാംഗ്ലൂർ പോകുന്ന റോഡിൽ ഒരു കൈയാണ് വന്നത്. അവിടെയാണ് ഭയങ്കര സിയാറത്തും എല്ലാം നടക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് അതിനെ എങ്ങനെ കേട്ടില്ല? കൈ മാത്രം കിട്ടിയത് പോയാലേ വെള്ളം വരുന്ന അത് മംഗലാപുരത്ത് ബാംഗ്ലൂർ പോകുന്ന റോഡ്. മംഗലാപുരത്ത് ബാംഗ്ലൂർ പോകുന്ന റോഡ് വൾച്ചർ എന്ന് പറയാം സ്ഥലത്തിന്. ഈ കൈ കിട്ടിയിട്ട് ആ കൈ മറവ് ചെയ്തു, അങ്ങനല്ലേ? മുസ്ലിമായ ഒരു മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ ലഭിച്ചാൽ മറ്റുള്ളവരുടെ മേൽ നിർബന്ധമാണ് അത് മറവ് ചെയ്യൽ. അത് മുസ്ലിമിന്റെ കൈയാകുമ്പോ അത് മറവ് ചെയ്യൽ അനിവാര്യമാണ്. അതിന് അതിൻ്റെതായ ഒരുപാട് നിയമവകുപ്പുകളുണ്ട്, അതനുസരിച്ച് ചെയ്യണം. അത് മഹാത്മാക്കളുടെ കൈയാകുമ്പോ തീർച്ചയായും അതിന് മഹത്വമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം, ഇബ്രാഹിം മുസല്ലയുടെ ബാക്കിൽ നിങ്ങൾ നിസ്കരിക്കണം. എന്താ? ഇബ്രാഹിം മഖാമിനെ ബഹുമാനിക്കലാണത്. ഇബ്രാഹിം മഖാമിൽ എന്താ സംഭവിച്ചത്? ഇബ്രാഹിം നബിയുടെ കാൽപാദം മാത്രമേ പതിഞ്ഞിട്ടുള്ളൂ, ഒരു കൈ മുഴുവനും കൂടി ഇല്ല, കാലിന്റെ പാദം മാത്രമേ ഉള്ളൂ. അതിനെ തന്നെ ബഹുമാനിക്കണം എന്നാ ഖുർആൻ പറയുന്നത്. അപ്പൊ അതാണ് മഹാത്മാക്കളുടെ കൈയാണെങ്കിലും കാലാണെങ്കിലും ശരീരത്തിന്റെ അവശിഷ്ടങ്ങളാണെങ്കിലും അതൊക്കെ ബഹുമാനിക്കേണ്ടതാണ്, ആദരിക്കേണ്ടതാണ്. അവരോട് ചെയ്യേണ്ട എല്ലാ ആദരവും മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടതുമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ആ പറഞ്ഞത് ശരിയാണെങ്കിൽ അങ്ങനെ നടക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ ആള് മുസ്ലിം ആണെന്ന് അറിയാൻ പറ്റില്ല, രണ്ടാമത്തെ ആള് മാൻ എന്ന് അറിയാൻ പറ്റില്ല. കാല് വെള്ളത്തിൽ കൈ വന്നതാണ്. ഞാൻ അറിഞ്ഞിടത്താണ് നമ്മളെ വിഷയം. അങ്ങനെ അറിഞ്ഞിടത്തുള്ള കാര്യമാണ് നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഈ മഖാമിലുള്ള ഈ സംഗതിയും. അത് ആ അറിഞ്ഞ ആളുകൾ അറിഞ്ഞ അറിവനുസരിച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അറിയാത്ത ഒരു മഖാമാണെങ്കിൽ അതല്ലെങ്കിൽ അമുസ്ലിമിൻ്റെതാണ് എന്ന് ഉറപ്പുള്ളതാണെങ്കിൽ പിന്നെ അതിനോട് ചെയ്യേണ്ടുന്ന ചില മര്യാദകൾ ഉണ്ടല്ലോ, ആ മര്യാദ ചെയ്യണം. അങ്ങനത്തെ ഉള്ളിടത്ത് എന്തുണ്ടാവുകയില്ല, അവിടെ മുസ്ലിമീങ്ങൾ പണ്ഡിതന്മാർ മഹാത്മാക്കൾ അവിടേക്ക് സിയാറത്ത് ചെയ്യാൻ പോകൂല. അങ്ങനെ പേരറിയാത്ത മഖാമുകളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ പൊതു നിയമം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഹാഫിദു ദഹബിയിൽ നിന്ന് അല്ലാമ യൂസുഫ് നബ്ഹാനി ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. എന്താണ്? ആലിമീങ്ങൾ, സാദാത്തുക്കൾ, മഹാത്മാക്കളുടെ ഖൽബ്, മുഅ്മിനീങ്ങളുടെ ഖൽബ് അങ്ങോട്ട് തിരിയുന്നുണ്ടോ? ആ ഖൽബ് എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞ് അവിടെ സിയാറത്തിന് പോകുന്നു, അവിടെ ഖുർആൻ ഓതുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കബറടക്കപ്പെട്ട മനുഷ്യൻ അല്ലെങ്കിൽ കബറടക്കപ്പെട്ട വ്യക്തി പേരറിഞ്ഞാലും ആളെ നാമം അറിഞ്ഞാലും ഇല്ലെങ്കിലും അയാൾ ആ മറവ് ചെയ്യപ്പെട്ട വ്യക്തി ഒരു ഖൈർ സ്വലാഹിന്റെ അഹിലുകാരിൽ പെട്ടവരാണ്, നന്മയുടെ വാതാക്കളിൽ പെട്ടവരാണ് എന്നതിനുള്ള അടയാളമാണിതെന്ന് നമ്മുടെ ഇമാമികളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ മാനദണ്ഡം അനുസരിച്ചും അതാണ് നമ്മുടെ നാടുകളിലൊക്കെ ചില മഖാമ് പേരറിയില്ല, എന്നാലും അത് ഭംഗിയായി അവിടെ മഖാമും സിയാറത്തും ഒക്കെ നടക്കാനുള്ള കാരണം അതാണ്. ബാക്കിൽ എവിടെ മുജാഹിദുകളൊക്കെ നിൽക്കുന്നുണ്ട് എന്ന് ഇവിടെ നമ്മളെ സംഘാടകരൊക്കെ എഴുതി അറിയിച്ചിരുന്നു. എന്താ പോലും ഇങ്ങോട്ട് സദസ്സക്ക് വരുന്നില്ല. അല്ല, ബാക്കിൽ നിന്ന് ഇങ്ങനെ പൊന്തപ്പത്തല്ലണ്ട, ഉള്ളിക്കേട് വന്നിട്ട് ചോദിക്കണം. മൈക്ക് ഇവിടെ റെഡിയാണ്, മറുപടി പറയാൻ ആളുകൾ ഇവിടെ റെഡിയാണ്, കിതാബുകൾ ഇവിടെ നിരനിരയായുണ്ട്, പ്രമാണങ്ങളുണ്ട്, രേഖകളുണ്ട്, എല്ലാം ഇവിടെ റെഡിയാണ്. ഇനി പരിപാടി കഴിഞ്ഞിട്ട് അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്ന് പറയരുത്. ഇത് ഗണ്ണന പ്രസംഗമല്ല, ഇത് മുഖാമുഖമാണ്. ചോദിച്ചാൽ അതിന് മറുപടി പറയുക എന്നതാണ് മുഖാമുഖത്തിന്റെ അന്തസത്ത. മൗലവിമാർ ഇവിടെ നടന്ന് എന്തൊക്കെ പ്രസംഗിച്ചു, പല കളവുകളും പച്ച കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ കളവുകളൊക്കെ പാടെ എണ്ണി പറഞ്ഞ് മറുപടി പറയുന്ന ഗണ്ണന പ്രസംഗമല്ലത്, ഇത് മുഖാമുഖമാണ്. അപ്പൊ അവിടെ പറഞ്ഞ മൗലവിമാര് പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഇവിടെ വന്നത് തീർക്കണം. അത് സത്യമല്ല എന്നാ ഞങ്ങൾ പറയുന്നത്. ഈ പറഞ്ഞ മൗലവിമാര് പറഞ്ഞതൊക്കെ അസംബന്ധമാണ്, ശുദ്ധ കളവുകളാണ്. അതുകൊണ്ട് അത് കളവാണെന്ന് പറയുന്നവരാ ഞങ്ങൾ. അല്ല, അത് സത്യമാണ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കണം, അത് ഉറപ്പുവരുത്തണം, സംശയം തീർക്കണം. അങ്ങനെ ചോദിക്കും. അതിന്റെ വില ഇസ്ലാമിന് ഇബ്ലീസ് ചതിച്ചില്ല, അതേപോലെ നമ്മളെ ഇബ്ലീസ് ചതിക്കൂലേ ഇങ്ങനത്തെ സംഗതിയില്? നമ്മളെന്ന് പറയണ്ട, പലരെയും ചതിക്കാം. എന്നിട്ട് നമ്മളേന്ന് പറയണ്ട, ഇബ്ലീസ് ചതിക്കാം. ഇബ്ലീസ്
പരിപാടി അതന്നെയാണ്, ചതിക്കലായി നടക്കല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇബ്ലീസിന്റെ ചതിയെ കുറിച്ച് ഉത്ബോധിപ്പിക്കലാണ് ഉലമാക്കളുടെ ദൗത്യം. അതാണ് ഈ ഇബ്ലീസിന് പിശാചിനെ സംബന്ധിച്ച് ആയിരം ആബിദീങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന നല്ല മനുഷ്യന്മാരുണ്ടാവും. പക്ഷെ അവർ ആലിമീങ്ങളല്ല, വലിയ ഇൽമുള്ള ആളുകളല്ല. അങ്ങനെയുള്ള ആ 1000 ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങളെ ഫിത്നയാക്കുന്നതിലേറെ പിശാചിന് വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഓരോരൊറ്റ ആലിമിനെ ഫിത്നയാക്കാൻ കഴിഞ്ഞാൽ അതാണ് പിശാചിന് ഏറ്റവും സന്തോഷം. കാരണം 1000 ആബിദീങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവർ അവരെ നമുക്ക് പെട്ടെന്ന് പോലെ ഫസാദാക്കാൻ കഴിയും. പക്ഷെ ആലിമിന് അത് കഴിയൂല. ആലിമ് എന്ന് പറഞ്ഞാൽ ഈ പിശാചിന്റെ കുതന്ത്രങ്ങളൊക്കെ പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്, അതിനെക്കുറിച്ച് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്നവരാണ്. പിശാചിന്റെ കെണിവലയാണ് ഈ ബിദ്അത്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ബിദ്അത്ത്, പുത്തപ്രസ്ഥാനം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി സുന്നി അല്ലാതെയാവുക എന്ന് പറഞ്ഞാൽ അതിനാണ് ബിദ്അത്ത് എന്ന് പറയാ. ആ സുന്നി അല്ലാതെയാകുന്നത് പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ഒരാള് വഹാബിയാകുക, മുബ്തദിയാകുക, മൗദൂദിയാകുക, ജമാഅത്തെ ഇസ്ലാമിയാകുക, മുജാഹിദാകുക, തബ്ലീഗാവുക എന്ന് പറഞ്ഞാല് പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ്. മനസ്സിലായോ? അതുകൊണ്ട് അതിന് കാരണം എന്താ? ഈ പറഞ്ഞ ബിദ്അത്ത് എന്ന് പറയുന്നത്, ബിദ്അത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറുൽ കബീറിന്റെ 12 സ്ഥലങ്ങളിലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതിലേറെ കണ്ടിട്ടുണ്ടാവും തിരുക്കരിപ്പൂർ ഉസ്താദ്, നമ്മളെ അബുൽ അക്രം ബാക്കവി ഉസ്താദ് പറയുന്നുണ്ട്, ഇവരൊക്കെ BS ഫൈസി ഉസ്താദ് പറയുന്നുണ്ട്, അവരൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അതിലൊക്കെ എന്താ ഇമാം ഫഖ്റുദ്ദീൻ റാസി എന്ന് പറയുന്നത് അറിയോ? അത് വ്യത്യസ്ത ഇബാറത്തുകൾ അതിൽ കാണാം. അവർ പറയുന്നു കുല്ലുഹും മുതാബിഊന ലിഇബ്ലീസ്, സർവ്വ മുബ്തദിഉകളും ഇബ്ലീസിന്റെ അനുയായികളാണ്. ഞാൻ പറഞ്ഞതല്ല, ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് വ്യത്യസ്ത ഇബാറത്തുകൾ തഫ്സീറുർ റാസിയിൽ കാണാം. ഇപ്പൊ നമുക്ക് അടിച്ചു നോക്കിയാലും കാണാം. കിതാബിന് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നെറ്റിലടിച്ചാൽ മക്തബത്തുൽ ഷാമിലയിൽ അടിച്ചാലും കാണാം. ഇങ്ങോട്ട് വരും ഇഷ്ടം പോലെ. എല്ലാ മുബ്തദിഉൻ അന്ന കുല്ല മുബ്തദിഉൻ മുതാബിഊന ലിഇബ്ലീസ്, എല്ലാ പുത്തംവാദികളും ഇബ്ലീസിന്റെ അനുയായികളാണ്. അപ്പൊ ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മുജാഹിദായി കിട്ടുക, ബിദ്അത്തുകാരനാകുക, വഹാബിയാവുക എന്ന് പറഞ്ഞാൽ ഇബ്ലീസിന് ഇത്ര ഇഷ്ടമുള്ള ഒരു കാര്യമില്ല. അതിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാനാണ് നമ്മുടെ ഉലമാക്കൾ, അല്ലേ, പണ്ഡിതന്മാര് കഠിനാധ്വാനം ചെയ്യുന്നത്. അതാണ് രണ്ട് സമസ്തയുടെ ഉലമാക്കളും നമ്മുടെ പണ്ഡിതരും പ്രവർത്തകരും അതിനാ നമ്മുടെ സംഘടനയും ഓടി നടക്കുന്നത്. ജനങ്ങളെ ഈമാൻ രക്ഷപ്പെടുത്താൻ, ബിദ്അത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തുക എന്നതാണ്. അപ്പോ ഇബ്ലീസിന് ഏറ്റവും വലിയ ദേഷ്യം ഇമാമി അല ഉലമാക്കളെ ആയിരിക്കും. അതുകൊണ്ട് ഒരു ആലിമിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ പറ്റുമോ? ഇതാണ് ഇബ്ലീസ് നോക്കുക. അയാൾക്ക് ഇല്ലാത്ത കുറ്റങ്ങൾ, ആരോപണങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ അവരെ കൊച്ചാക്കാനുള്ള ശ്രമങ്ങൾ, ഒരു സയ്യിദ് അല്ലെങ്കിൽ ഒരു ആലിം, അവരെയൊക്കെ കൊച്ചാക്കാൻ എന്താ വഴി? ഇതാ ഇബ്ലീസ് ശ്രമിക്കുക. അതുകൊണ്ട് ഇബ്ലീസിന്റെ കെണിവലയിൽ ആരും പെട്ടുപോകരുതേ എന്ന് കൂടി ഇടക്ക് ഓർമ്മപ്പെടുന്നു. ചോദ്യകർത്താക്കൾ വന്നിട്ടുണ്ട്, ചോദിച്ചോളി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും ഉസ്താദ്, 2 ചോദ്യമാണുള്ളത്. ഒരു 2 സംശയമുണ്ട്. അപ്പോൾ ഈ ഉലമാക്കളോട് സഹായം ചോദിക്കുന്ന കാര്യത്തിൽ പണ്ടത്തെ അലവി ഉസ്താദിൻ്റെ തന്നെ ക്ലിപ്പിൽ ഒരു അർത്ഥനയും പ്രാർത്ഥനയും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ആ ക്ലിപ്പിൽ പൂർത്തിയില്ലായിരുന്നു. പിന്നെ വേറെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അർത്ഥന എന്നുള്ള ഒരു വാക്ക് പ്രത്യേകിച്ച് ഉപയോഗിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ അർത്ഥന, പ്രാർത്ഥന, തവസ്സുല്, ഷഫാഅത്ത്, ഈ 4 പദങ്ങളുടെ ഇടയിലുള്ള വ്യത്യസ്തത അത് ആർക്കാണ് അതൊക്കെ ചോദിക്കാൻ പറ്റുമെന്നൊന്ന് അറിയിച്ചുകൊള്ളേ. പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമായിരിക്കണം. അതായത് സർവ മുജാഹിദ് ഗ്രൂപ്പുകാരും അവർ തമ്മിൽ പരസ്പരം കാഫിറും മുശ്രിക്കും ആക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ കുറിച്ച് പറയും. ഇവിടെയും പ്രസംഗിച്ചു. എന്താ? സുന്നികളായ നമ്മള് അല്ലാഹു അല്ലാത്തവരെ
അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നാ മുജാഹിദ് സാധാരണ പറയാ. അല്ലാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കുന്നവരാണ്, ഇബാദത്ത് ചെയ്യുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. അതുകൊണ്ട് സുന്നികളായ നമ്മളൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്നാ മുജാഹിദുകൾ പറയുന്നത്. യഥാർത്ഥത്തിൽ അല്ലാഹു അല്ലാത്തവരോട് നമ്മൾ അഹ്ലുസുന്ന പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരാളും അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല. ഇബാദത്ത് ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന പ്രാർത്ഥന എന്നത് സുന്നികളായ നമ്മളാരും അല്ലാഹു അല്ലാത്ത ഒരാളോടും ഒന്നും ചോദിക്കുന്നില്ല, പറയുന്നില്ല, തേടുന്നില്ല. നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും ആരാധിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ? നമ്മളെ പ്രഖ്യാപനം തന്നെ എന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? ആരാധനക്ക് തരപ്പെട്ടവൻ, അർഹതയുള്ളവൻ അല്ലാഹു മാത്രമാകുന്നു. അല്ലാഹു അല്ലാത്ത ഒരൊറ്റ ശക്തിയുമില്ല എന്ന് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുന്നു എന്നാണ് നമ്മുടെ മുദ്രാവാക്യം. അല്ലേ? അങ്ങനത്തെ നമ്മളെ കുറിച്ച് പറയാ. എന്താ പറയുന്നത്? നമ്മൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരും അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്നവരുമാണ്. ഇത് കടുത്ത അപരാധമാണ്. അതേ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മഹാത്മാക്കളെ ഇസ്തിഗാസ ചെയ്യുന്നുണ്ട്, തവസ്സുൽ ചെയ്യുന്നുണ്ട്, അല്ലേ? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രികിനി യാ റസൂലല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് നമ്മൾ സലാം പറഞ്ഞ് ഞങ്ങൾ എന്റെ കൈ പിടിക്കണേ നബിയേ എന്ന് പറഞ്ഞ് നമ്മൾ ഹബീബായ നബി തങ്ങളോട് നമ്മുടെ അപരാധികൾ നമ്മൾ പറയുന്നുണ്ട്, അല്ലേ? നമ്മൾ അപേക്ഷിക്കുന്നുണ്ട്. മങ്കൂസ് മൗലിദ് നമ്മളെല്ലാവരും ചെല്ലുന്നവരാണ്. നമ്മൾ അതിൽ ചെല്ലുന്ന ഒരു വരിയുണ്ട്. എന്താണത്? യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. നേതാക്കളുടെ നേതാവായ നബിയേ, ഞാനിതാ അങ്ങയെ സമീപിക്കുന്നു നബിയേ. അതുകൊണ്ട് തങ്ങൾ എന്റെ ഉദ്ദേശ്യത്തെ നിരാകരിക്കരുതേ നബിയേ. വഫാത്തായ നബി തങ്ങളെ വിളിച്ച് നമ്മൾ തേടുന്നു, നമ്മൾ അപേക്ഷിക്കുന്നു. ഈ ചെയ്യുന്ന കർമ്മം, അതിന് തവസ്സുൽ എന്ന് പേരിട്ടാലും ഇസ്തിഗാസ എന്ന് പേരിട്ടാലും അത് ശിർക്കല്ല. അത് അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധനയല്ല സഹോദരങ്ങളെ. അത് നമ്മൾ നടത്തുന്ന ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട പ്രാർത്ഥനയും അല്ല. അതാണ് മുജാഹിദ് ഇവിടെ ചൂഷണം ചെയ്യുന്നത്, ദുരുപയോഗപ്പെടുത്തുന്നത്. അതെന്താ? ഈ ആരാധന എന്ന പദം പറഞ്ഞ് മുസ്ലിമീങ്ങളെ വെട്ടിലാക്കുകയാണ്. പ്രാർത്ഥന എന്ന പദം പറഞ്ഞ് ഇവിടെ ദുർവ്യാഖ്യാനിക്കുകയാണ്. പ്രാർത്ഥന എന്ന് മലയാളത്തിൽ പറയുമ്പോഴേക്ക് അത് ആ ഇസ്തിഗാസ റസൂലുള്ളാഹിയോടുള്ള തേട്ടം അത് ശിർക്കാവൂല. എന്താ കാരണം എന്നറിയോ? പ്രാർത്ഥന എന്നത് മലയാള പദമാണ്. മലയാള പദത്തിൽ മലയാള പദമാണ്. ആ മലയാള പദത്തിന്റെ അർത്ഥം എന്താ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക, അർത്ഥിക്കുക, തേടുക, യാചിക്കുക, ചോദിക്കുക, ഈശ്വരനോട് ചോദിക്കുക എന്നിങ്ങനെ ഒരു 10 ചില്ലാനം അല്ലെങ്കിൽ 10ഓളം അർത്ഥങ്ങൾ ഉണ്ട്. ഇതാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ അതിന് മലയാള പദത്തിൽ മലയാള ഡിക്ഷണറി എടുത്തോളൂ, ശബ്ദധാരാവലി എടുത്തോളൂ, ശബ്ദസാഗരം എടുത്തോളൂ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഡിക്ഷണറി എടുത്തോളൂ. അതിലൊക്കെ കാണാം പ്രാർത്ഥന എന്ന് പറഞ്ഞ എന്താ അർത്ഥം? തേടുക, അപേക്ഷിക്കുക, യാചിക്കുക, ചോദിക്കുക, അതുപോലെ സഹായം അർത്ഥിക്കുക, അപേക്ഷ നൽകുക, ഈശ്വരനോട് ചോദിക്കുക. അങ്ങനൊക്കെ അർത്ഥം ഈ പ്രാർത്ഥന എന്ന പദത്തിന് ഉണ്ട്. അപ്പൊ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു എന്ന് മലയാളത്തിൽ പറയുമ്പോഴേക്ക് അയാൾ മുശ്രിക്കായി എന്ന് പറയാൻ പറ്റൂല. എന്താ കാരണം? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു അല്ലാത്തവരോട് ഞാൻ തേടി, അല്ലാഹു അല്ലാത്തവരോട് ചോദിച്ചു, അല്ലാഹു അല്ലാത്തവരോട് അപേക്ഷിച്ചു, അല്ലാഹു അല്ലാത്തവരോട് ഹർജി നൽകി, അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചു. ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുമ്പോഴേക്ക് ഇസ്ലാം എന്ന് പുറത്തു പോകുമോ?
കാര്യമാണ്. അപ്പൊ പ്രാർത്ഥന ആരെങ്കിലും പറഞ്ഞത് കൊണ്ട് മാത്രം അത് ശിർക്കാവൂല, അത് ആരാധനയും ആവുകയില്ല. എന്റെ കാര്യം മലയാളത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അർത്ഥിക്കുക, അപേക്ഷിക്കുക, യാചിക്കുക, ചോദിക്കുക, ഇതൊക്കെ അതിന്റെ അർത്ഥമാണ്. ഹർജി നൽകുക, അപേക്ഷ നൽകുക, ഇതൊക്കെ അതിന്റെ അർത്ഥമാണ്. അതേ അവസരത്തിൽ ഈശ്വരനോട് ചോദിക്കുക എന്ന് പറഞ്ഞൊരർത്ഥമുണ്ട്. ആ അർത്ഥമാകുമ്പോഴാണ് അത് ആരാധനയുടെ പരിധിയിൽപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അത് ശിർക്കിന്റെ ഗണത്തിൽ, അല്ലാഹു അല്ലാത്തവരോടാകുമ്പോ ശിർക്കിന്റെ ഗണത്തിൽ പെടുന്നത് അപ്പോഴാണ്. അല്ലാത്ത അർത്ഥങ്ങളൊക്കെ പറയുമ്പോഴേക്ക് അത് ശിർക്കാണ് എന്ന് വരൂല. അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുമ്പോഴേക്ക് ശിർക്കാവോ? എന്നാ ഒന്നാം നമ്പറായിട്ട് ശിർക്കാല് മുജാഹിദ് തന്നെയല്ലേ. അല്ലാഹു അല്ലാത്തവർക്ക് അപേക്ഷ കൊടുക്കുമ്പോഴേക്ക് ശിർക്കാവോ? അതൊക്കെ അതിന്റെ അർത്ഥം പ്രാർത്ഥിക്കുക. അല്ലാഹു അല്ലാത്തവർക്ക് പ്രാർത്ഥിക്കുക സമം അപേക്ഷ നൽകുക, അല്ലാഹു അല്ലാത്തവർക്ക് പ്രാർത്ഥിക്കുക സമം ഹർജി നൽകുക. അപ്പോഴേക്കാൾ ഇസ്ലാം ഒന്ന് പുറത്തു പോവോ? എന്നാ മുജാഹിദുകൾ കൂട്ടത്തോടെ നരകത്ത് പോകേണ്ടി വരും, മുശ്രിക്കാന്ന് പറയേണ്ടി വരും, അവരെന്നെ പറയേണ്ടി വരും. അപ്പൊ സഹോദരന്മാരെ, ചോദിക്കുക, തേടുക, യാചിക്കുക, അപേക്ഷിക്കുക, ഹർജി നൽകുക എന്നൊക്കെ പറയുമ്പോ അതിൽ ആരാധനയുടെ പരിധിയിൽ പെടുന്നതുണ്ട്, പെടാത്തതുമുണ്ട്. ചോദ്യകർത്താവിന് മനസ്സിലാവുണ്ടോ? ആരാധനയുടെ പരിധിയിൽ പെടുന്ന തേട്ടമുണ്ട്, യാചനയുണ്ട്, ചോദ്യമുണ്ട്, അപേക്ഷയുണ്ട്, സഹായ തേട്ടമുണ്ട്, ഹർജി നൽകലുണ്ട്, അങ്ങനെ പലതുമുണ്ട്. ഈ ആരാധനയുടെ പരിധിയിൽ പെടുന്നത്. ആരാധനയുടെ പരിധിയിൽ പെടാത്ത തേട്ടമുണ്ട്. അതിന് അപേക്ഷ നൽകുക എന്ന് പറഞ്ഞാലും, യാചിക്കുക എന്ന് പറഞ്ഞാലും, അർത്ഥിക്കുക എന്ന് പറഞ്ഞാലും, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാലും, എന്ത് പറഞ്ഞാലും അത് ചിലത് ആരാധന പരിധിയിൽ പെടുന്നത്, ചിലത് പെടാത്തത്. ഏതാണ് ഈ പെടുന്നതും ഏതാ പെടാത്തതും? എന്റെ കയ്യിൽ ഒരുപാട് രേഖയുണ്ട്, ഒരു ഡസൻ പ്രസിദ്ധീകരണം എന്റെ കയ്യിലുണ്ട്. അതിലൊക്കെ പറഞ്ഞത് എന്താ? ആരാധനയാവണോ? മുജാഹിദുകൾ അൽമനാറുണ്ട്. ദിവ്യത്വം മുജാഹിദ് പിളരുന്നതിന്റെ മുമ്പ് പുറത്തിറക്കിയ അൽമനാർ 1985 അൽമനാർ. അതിന്റെ അഞ്ചാമത്തെ പേജിൽ അതിൽ പറയുന്നത് എന്താ? ഒരു കാര്യം, ഒരു വിനയം, ഒരു താഴ്മ ആരാധനയാവണമെങ്കിൽ അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും തദനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു. എന്തേ പറഞ്ഞത്? ഒരാളോട് ചോദിക്കുമ്പോ, തേടുമ്പോ, അപേക്ഷിക്കുമ്പോ, യാചിക്കുമ്പോ, ഹർജി നൽകുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തേട്ടം, ആ ചോദ്യം ആരാധനയുടെ പരിധിയിൽ പെടണമെങ്കിൽ ചോദിക്കപ്പെടുന്ന, തേടപ്പെടുന്ന, അപേക്ഷിക്കപ്പെടുന്ന, ഹർജി നൽകപ്പെടുന്ന ആ ശക്തി, വ്യക്തി, വസ്തു അത് ദൈവമാണെന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിക്കണം. അപ്പോഴേ അത് ആരാധനയുടെ പരിധിയിൽ പെടുകയുള്ളൂ. ഇത് മനസ്സിലാകണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി മുജാഹിദുകളുടെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ പുസ്തകമാണ് അഹ്ലുസുന്ന വൽ ജമാഅ സംശയവും മറുപടിയും എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഇതിന്റെ 15ാമത്തെ പേജിൽ അവര് തന്നെ ഈ സംശയം തീർക്കുന്നുണ്ട്. മുജാഹിദിന്റെ ബുക്കാട് പറഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അതിന്റെ 15ാമത്തെ പേജിൽ പറയുന്നു, ഇങ്ങനെ ചോരേ ചോദ്യങ്ങളും മറുപടിയാണ്. അതിൽ പറയുന്നു, കേൾക്കണേ, അപ്പോൾ പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ എന്താണ് വ്യത്യാസം? ചോദ്യ മറുപടി പറയാ. പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. ഭാഷയിൽ രണ്ടും ഒരർത്ഥം തന്നെ. പ്രാർത്ഥന എന്ന് പറഞ്ഞാലും സഹായാർത്ഥന രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെയോ കേൾക്കണേ, സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് അത് വ്യക്തിയോ മരമോ കല്ലോ കബറോ എന്തായാലും എന്തിനോട് ചോദിച്ചാലും ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ്. ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രമാകുന്നു. എന്തേ പറഞ്ഞത്? ഒരു തേട്ടം, ഒരു അപേക്ഷ, ഒരു അർത്ഥന, ഒരു പ്രാർത്ഥന, ഒരു സഹായ ചോദിക്കൽ അത് ആരാധനയാണ്, ശിർക്കാണ് എന്ന് പറയണമെങ്കിൽ എന്തു വേണം? ചോദിക്കപ്പെടുന്ന വ്യക്തി, വസ്തു, ശക്തി അത് ദൈവമാണ് എന്ന് നമ്മൾ ഈ തേടുന്നവൻ വിശ്വസിക്കണം, അല്ലെങ്കിൽ ആരാധ്യനാണെന്ന് വിശ്വസിക്കണം. ആരാധ്യൻ എന്ന് പറഞ്ഞാൽ ഇലാഹാണ്, അല്ലെങ്കിൽ ദിവ്യത്വമുണ്ട് എന്ന് വിശ്വസിക്കണം. അപ്പോ ഇലാഹാണെന്നോ, അതാ ഞാൻ പറഞ്ഞത്, ഇലാഹാണെന്നോ, ദൈവമാണെന്നോ, ദൈവപുത്രനാണെന്നോ, ദൈവ അവതാരമാണെന്നോ, ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിച്ചു കൊണ്ട് തേടുകയാണെങ്കിൽ ആ തേട്ടം അവർക്കുള്ള ആരാധനയാണ്, അത് ശിർക്കുമാണ്.
ചോദിക്കട്ടെ, മുസ്ലിമീങ്ങളായ നമ്മൾ റസൂലുള്ളാഹിയെ ഞാൻ നേരത്തെ പറഞ്ഞു, റസൂലുള്ളാഹിയെ വിളിച്ച് തേടുന്നു. ഇനി നമ്മളൊക്കെ ഖുതുബിയ്യത്ത് ചെല്ലുന്നവരാണ് അല്ലേ? ഇവിടെ ഖുതുബിയ്യത്ത് ഇല്ല ഉസ്താദ്? ആ ഖുതുബിയ്യത്ത് ചെല്ലുന്നവരാണ്. ഒന്ന് ചൊല്ലിക്കാണി, യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി. ഒരു വട്ടം ഇങ്ങനെ വിളിച്ചാൽ 4 വട്ടം കാഫിറാകും, മുശ്രിക്കാവുന്ന മുജാഹിദ് പഠിപ്പിക്കണേ. രേഖ എന്റെ കയ്യിലുണ്ട്, സംസാരിക്കുന്ന രേഖ ഉണ്ട്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇത് നമ്മൾ ശൈഖ് ജീലാനിയെ വിളിക്കുമ്പോ ആ ശൈഖ് ജീലാനിയെ വിളിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ റസൂലുള്ളാഹിയെ വിളിക്കുന്ന മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം എന്താണ്? അള്ളാഹുവിന്റെ റസൂല് ഇലാഹാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ചോദിക്കട്ടെ. നമ്മളൊന്ന് നോക്കുക, മുജാഹിദിന്റെ ബുക്ക് പറഞ്ഞ അനുസരിച്ച് നമ്മൾ നോക്കുക. അള്ളാഹുവിന്റെ റസൂൽ ഇലാഹാണെന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടാത്ത ഇല്ല. ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്നാ ദിവ്യത്വമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ കേരളത്തിലെ മുജാഹിദിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തിറക്കിയ ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ അത് ആരാധനയല്ല, അത് ശിർക്കല്ല, അത് കേവലം ഒരു സഹായാർത്ഥന മാത്രമാകുന്നു. മുജാഹിദുകളെ ബുക്കുന്ന ഞാൻ ഈ വായിക്കണേ. പിന്നെ എങ്ങനെയാണ് ഖുതുബിയ്യത്ത് ചെല്ലുന്ന നമ്മൾ, മങ്കൂസ് മൗലിദ് ഓതുന്ന നമ്മൾ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് ബുദ്ധിയും വിവേകവും ഉള്ളവർ ഭക്ഷണം കഴിക്കുന്നവർക്ക് എങ്ങനെ, മുജാഹിദുകളെ കൂട്ടത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് എങ്ങനെ പറയാൻ കഴിയുന്ന എന്റെ ചോദ്യം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മുജാഹിദുകളെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിലുണ്ട്. സമയം വൈകുന്നത് കൊണ്ട് ഞാൻ ഇതൊന്നും പറയാത്ത ഒരു ഡസൻ പ്രസിദ്ധീകരണങ്ങൾ അവരിത് പറഞ്ഞത് കാണാൻ കഴിയും. എന്നിട്ട് നമ്മളെ കുറിച്ച് വിശ്വസിക്കുക, പറയാ നമ്മൾ മുശ്രിക്കാണ്, കാഫിറാണ്. വല്ലാത്തൊരു കഥയാണത്. മാറി നിൽക്കുന്ന സുന്നികളെ മേക്കെട്ട് കയറ്റിട്ട് ഓലെ കാഫിറും മുശ്രിക്കും ആക്കുക. ഇതാണ് മുജാഹിദ് പരിപാടി. അപ്പോ ഇതാണ് അർത്ഥനയും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ പറഞ്ഞ വിശദീകരണം. തവസ്സുല് എന്ന് പിന്നെ നിങ്ങൾ ചോദിച്ചു. ഈ തവസ്സുല് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദാഹരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയനെ അള്ളാഹു ബഹുമാനിച്ച മഹത്തുക്കളെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കുക, പടച്ചോനെ എന്റെ അസുഖം, എന്റെ കുട്ടിയുടെ അസുഖം റസൂലുള്ളാഹി തങ്ങളുടെ ഹഖ് കൊണ്ട്, അവിടുത്തെ മഹത്വം കൊണ്ട് എന്റെ അസുഖം നീ ശിഫയാക്കി തരണേ അല്ലാഹ്. ഇതിനാണ് തവസ്സുല് എന്ന് പറയാ. മഹാത്മാക്കളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹത്തുക്കളെ മുന്നിൽ വെച്ച് എന്ന് പറഞ്ഞാൽ അവരെ മഹത്വം പറഞ്ഞ് അല്ലാഹു എന്റെ രോഗത്തെ, എന്റെ പ്രശ്നത്തെ, എന്റെ ഉദ്ദേശത്തെ നീ സഫലമാക്കണേ എന്ന് പറയുന്ന പ്രക്രിയക്കാണ് തവസ്സുല് എന്ന് പറയാ. ശഫാഅത്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉദാഹരണം, നമ്മൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യാ റസൂലല്ലാഹ് എന്റെ കാര്യം വലിയ കഷ്ടാണ് നബി, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് നബിയെ, അത് അള്ളാഹു പുറത്തു തരാൻ വേണ്ടി തങ്ങളൊന്ന് ഇടപെടണം നബിയെ. ഒരു ഉദാഹരണമാണ്. എനിക്ക് ആഖിറത്തിൽ എന്റെ കാര്യം ബേജാറാണ്, ഞാൻ അവിടെ മഹ്ശറിൽ എത്തുമ്പോ തങ്ങൾ എന്റെ കാര്യത്തിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ നബിയെ. ഇതിനാണ് ശഫാഅത്ത് എന്ന് പറയാ. അതാ നമ്മൾ മങ്കൂസ് മൗലിദിൽ പറയുന്നത് അല്ലേ? എല്ലാവരും ചൊല്ലി മുഷ്ഫിഖാ വാഹ്ലനാ ഇൻ ളായ സയ്യിദി ഖൈറൻ നബി. റസൂലുള്ളാഹിയോട് ശഫാഅത്ത് ചോദിക്കുന്നത് അതാണ്. ഇതൊക്കെ ഇസ്ലാം അംഗീകരിച്ച പുണ്യകർമ്മമാണ്. ഇത് ശിർക്കല്ല, കുഫറല്ല. മുജാഹിദുകളുടെ പുസ്തകം എന്റെ കൈവശമുണ്ട്. അതിന് പറയുന്നത് എന്താ? തവസ്സുൽ, മരിച്ച മഹാത്മാക്കളെ കൊണ്ട് തവസ്സുൽ ചെയ്യലും മഹാത്മാക്കളോട് ഈ ശഫാഅത്ത് ചോദിക്കലും ശിർക്കാണ്, കുഫറാണ്. കേന്നെ പുറത്തിറക്കിയ അല്ലാഹു എന്ന പുസ്തകം, വിശ്വാസ കാര്യങ്ങൾ എന്ന ഒരുപാട് പുസ്തകം, KNMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന KP മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവി എഴുതിയ കിതാബു തവസ്സുൽ എന്ന മലയാള പുസ്തകം, അവിടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും പറഞ്ഞതാണിത്. എന്നാൽ എന്റെ കയ്യിലുള്ള ഈ കിതാബ് ഏതാ? ഇത് ലോക പ്രശസ്ത പണ്ഡിതൻ, രണ്ടാം ശാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ മുഹയ്യിദ്ദീൻ നബവി റളിയല്ലാഹു അൻഹു എഴുതിയ കിതാബുൽ മജ്മൂ' എന്ന ശർഹുൽ മുഅദ്ദബാണ്. ഇതിന്റെ 9ാമത്തെ വാള്യമാണ് എന്റെ കയ്യിൽ. ഈ കിതാബിൽ ഇമാം നബവി ജനങ്ങളെ തൗഹീദ് പഠിപ്പിക്കുകയാണ്. അതിൽ പറയുന്നത് എന്താ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നീ പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് ആദ്യം സലാം പറയണം, പിന്നെ
സിദ്ദീഖുൽ അക്ബറിനോട് സലാം പറയണം, പിന്നെ ഉമറുൽ ഫാറൂഖിനോട് സലാം പറയണം. അത് കഴിഞ്ഞ് മൂന്നാളോടും സലാം പറഞ്ഞ് വീണ്ടും അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയാൻ വേണ്ടി നിന്ന ഭാഗത്തേക്ക് തിരിച്ചു വരണം. ആദ്യം വന്ന ഭാഗത്തേക്ക് തിരിച്ചു വരണം. എന്നിട്ട് അവിടെ എങ്ങനെ നിൽക്കേണ്ടത്? ഖുബാലത വജ്ഹി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ തിരുശറഫാക്കപ്പെട്ട മുഖത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കണം. എന്നിട്ടോ വയതവസ്സലു ബിഹി ഫീ ഹഖ്ഖി നഫ്സിഹി. ഇമാം നവവി റഹിമഹുല്ലാഹ് ലോകം കണ്ട പണ്ഡിതനാണ്. രണ്ടാം ശാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാപണ്ഡിതനാണ്. കേരളത്തിലെ മുജാഹിദുകൾക്ക് കൂടി തർക്കമില്ലാത്ത മഹാപണ്ഡിതനാണ്. വലിയ മുഹദ്ദിസാണ്, മുഫസ്സിറാണ്, വലിയ ഫഖീഹാണ്. അങ്ങനെയുള്ള ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു, റസൂലുള്ളാഹി തങ്ങളെ മുഖത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് വയതവസ്സലു ബിഹി ഫീ ഹഖ്ഖി നഫ്സിഹി, റസൂലുള്ളാഹിയെ കൊണ്ട് അവൻ തവസ്സുൽ ചെയ്യണം, തവസ്സുൽ ചെയ്യണം. എന്നിട്ട് ഇമാം നവവി പറയുന്നു വയസ്തശ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല. അവൻ തവസ്സുൽ ചെയ്യുക മാത്രമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വയസ്തശ്ഫിഉ ബിഹി, അല്ലാഹുവിന്റെ റസൂലിനോട് അവൻ ശഫാഅത്ത് തേടണേ. അല്ലാഹു ഇലാ റബ്ബിഹി, അല്ലാഹുവിലേക്കുള്ള റെക്കമെൻഡ് തേടണം, ശഫാഅത്ത് ചോദിക്കണേ. അത് പുണ്യകർമ്മമാണ്. അത് റസൂലുള്ളാഹിയോട് സ്വീകരിക്കേണ്ട അദബാണ്. അത് ശിർക്കല്ല, അത് കുഫ്റല്ല, അത് തൗഹീദിന് വിരുദ്ധമല്ല, അത് ഹറാമല്ല, അത് കറാഹത്തല്ല, അത് ഖിലാഫുൽ ഔലയല്ല, അത് പുണ്യകർമ്മമാകുന്നു. ഇമാം നവവി എത്ര പണ്ഡിതർ പറഞ്ഞതുണ്ട്. ഒന്നും രണ്ടും നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട്. സമയം കളയേണ്ട ചോദിക്കുക ആവശ്യപ്പെടുകയാണ്, ഞാൻ വായിക്കും. എത്രയോ ഇമാമിയങ്ങൾ അവരൊക്കെയും റസൂലുള്ളാഹി തങ്ങളോട് കൊണ്ട് തവസ്സുൽ ചെയ്യണം, ശഫാഅത്ത് ചോദിക്കണം വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇതാണ് അഹ്ലു സുന്നത്തിന്റെ നിലപാട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ ഇമാമുകളിൽപ്പെട്ടവരല്ലേ, അവരിത് ചൊല്ലുന്നു. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹനഫി മദ്ഹബുകാർ തിക്കിത്താപസിക്കുന്ന സ്ഥലമാണിത്. ഈ ഹനഫി മദ്ഹബിന്റെ ഇമാമായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി, മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമത്തവരല്ലയോ സഹോദരങ്ങളെ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ ഇമാമിനെ കുറിച്ച് പറഞ്ഞതെന്താണ് കണ്ടോ? അൽ ഫുഖഹാഉ കുല്ലുഹും റിയാലു അബീ ഹനീഫ. ലോകത്ത് പിന്നീട് വന്ന എല്ലാ കർമ്മശാസ്ത്ര പണ്ഡിതരും അബൂ ഹനീഫ ഇമാമിന്റെ മക്കളാണ്. അബൂ ഹനീഫ ഇമാമിന്റെ മക്കളാണ്. അത്രയും വലിയ മഹാനാണ് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി. സഹോദരങ്ങളെ, ആ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു. എന്താ പറയുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ ചൊല്ലുന്നത് എന്താ? നേരത്തെ നമ്മൾ മങ്കൂസ് മൗലിദിൽ ചൊല്ലിയ വരികൾ, അതേ ആശയമുള്ള വരികൾ. യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു റിളാക വ അഹ്തമി ബിഹിമാക. നേതാക്കളുടെ നേതാവായ നബിയേ, ഞാനിതാ അങ്ങയുടെ അരികിൽ വന്നിരിക്കുന്നു നബിയേ. അർജു റിളാക വ അഹ്തമി ബിഹിമാക. ഞാൻ അവിടുത്തെ പൊരുത്തം കാക്ഷിക്കുന്നു നബിയേ. അർജു റിളാക വ അഹ്തമി ബിഹിമാക. അവിടുത്തെ പൊരുത്തം ഞാൻ തേടുന്നു നബിയേ, ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. അവിടുത്തെ സംരക്ഷണ വലയത്തിൽ എന്നെയും കാക്കണേ നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളെ വിളിച്ച് തേടുകയാണ്. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തൽ കൂഫി റളിയല്ലാഹു അൻഹു, മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമത്തെ പണ്ഡിതൻ. നിങ്ങൾ ചിന്തിക്കണം, അവരൊക്കെ കാഫിർ. മുജാഹിദിന്റെ സൽസബീൽ എന്റെ കയ്യിലുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്നറിയോ? റസൂലുള്ളാഹി തങ്ങളുടെ പൊരുത്തം തേടിയാൽ അത് അമ്പലത്തിൽ പോയി ബിംബത്തിന് സുജൂദ് ചെയ്യുന്നതിലേറെ, വിഗ്രഹത്തെ ആരാധിക്കുന്നതിലേറെ കൊടിയ ശിർക്കാകുന്നു. സൽസബീലിൽ അതിന്റെ ഹെഡിക്കൻ എന്താ അറിയോ? കൊടിയ ശിർക്ക്. കൊടിയ മുശ്രിക്കും കൊടിയ ശിർക്കുമാണ്. ആര്? റസൂലുള്ളാഹി തങ്ങളെ പൊരുത്തം തേടുന്നവൻ എന്ന്. ഇതാ സൽസബീൽ. സഹോദരന്മാരെ, മുജാഹിദുകളെ സൽസബീലാണ് എന്റെ കയ്യിൽ. സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വിശദീകരിക്കാൻ ഞാൻ വായിച്ച് സമയം കളയേണ്ടെന്ന് കരുതിയ. മുജാഹിദുകൾക്ക് തർക്കമില്ല. അവരുടെ ഇന്നും അവർ നിഷേധിച്ചിട്ടില്ലാത്ത ലേഖനം. ഏറ്റവും വലിയ കൊടിയ മുശ്രിക്കാണ് അവൻ. ബിംബത്തിന് സുജൂദ് ചെയ്യുന്ന, അതായത് വിഗ്രഹത്തിന് ആരാധിക്കുന്നവനിലേറെ വലിയ കൊടിയ മുശ്രിക്കാണ് ആര്? റസൂലുള്ളാഹി തങ്ങളുടെ ആ പൊരുത്തം തേടുന്നവൻ. ലോകത്തുള്ള ഏറ്റവും കൂടുതൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഉൾക്കൊണ്ട മദ്ഹബാണ് ഹനഫി മദ്ഹബ്, അല്ലേ? ലോക തലത്തിൽ ചിന്തിച്ചാൽ 4 മദ്ഹബുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മദ്ഹബ് ഹനഫി മദ്ഹബാണെന്നാണ് പറയപ്പെടുന്നത്. ആ മദ്ഹബിന്റെ ഇമാമായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ ഈ അമ്പലത്തിൽ പോയി ബിംബത്തിന് സുജൂദ് ചെയ്ത വിഗ്രഹത്തിന് ആരാധിച്ചവനേക്കാളും വലിയ മുശ്രിക്കാണെന്ന് പറയേണ്ടി വരൂലേ? റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, റസൂലുള്ളാഹിന്റെ പൊരുത്തം തേടിയാൽ അവൻ അത്രയും വലിയ കാഫിറാണ്, മുശ്രിക്കാണ് എന്ന് പഠിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം. അതാ ഞാൻ പറയുന്നത്, മുസ്ലിം ലോകത്തെ മുഴുവനും കാഫിറാക്കുന്നവരാണ്. ആരാ? അബൂ ഹനീഫ ഇമാം. ആ അബൂ ഹനീഫ ഇമാമിനെ കുറിച്ച് താരീഖ് ബഗ്ദാദ് 1000 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്റെ കയ്യിൽ. ഈ ഗ്രന്ഥത്തിൽ ഇമാമുന ശാഫിഈ, ഇമാമുൽ അഇമ്മ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഓർക്കണം, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നോക്കൂ നിങ്ങൾ, അവർ തമ്മിൽ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ല. ഹിജറ 150-ലാണ് ഇമാമുന ശാഫിഈ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ വഫാത്താകുന്നത്. ഹിജറ 150-ലാണ്. ആ വർഷത്തിലാണ്, അല്ലെങ്കിൽ മറ്റൊരഭിപ്രായ പ്രകാരം അബൂ ഹനീഫ ഇമാം വഫാത്താകുന്ന ദിവസമാണ് ഇമാമുന ശാഫിഈ തങ്ങൾ ജനിക്കുന്നത്. അവർ തമ്മിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇമാം ഷാഫി പറയാ, മിസ്റിലുള്ള ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ബഗ്ദാദിലെത്തുമ്പോൾ അവർ പറയുന്നത് കേൾക്കൂ നിങ്ങൾ. സമിഅ്തു ശാഫിഈ യഖൂൽ ഇന്നി ലഅതബറകു ബിഅബീ ഹനീഫ വഅജീഉ ഇലാ ഖബ്രിഹി ഫീ കുല്ലി യൗമിൻ സായിറാ. ഞാൻ ബഗ്ദാദിലെത്തിയാൽ ഞാൻ അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിങ്കലെത്തി. അവിടുത്തെ ഖബറിങ്കൽ ചെന്ന്, ജാറത്തിങ്കൽ ചെന്ന് ഞാനിതാ ബറക്കത്തെടുക്കുന്നു. മുജാഹിദുകളിലെ സർവ്വ ഗ്രൂപ്പുകളും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? മഖാമുകളിൽ, മഖ്ബറയിൽ, ജാറങ്ങളിൽ ചെന്ന് ബറക്കത്തെടുക്കൽ കൊടിയ ശിർക്കാണ്, അത് കുഫ്റാണ്, അത് പാടില്ലാത്തതാണെന്ന് ഇവിടെ പ്രസംഗിച്ച മൗലവിയും പ്രസംഗിച്ചില്ലേ സഹോദരങ്ങളെ? ആ മൗലവിമാരെല്ലാവരും പറയാറുള്ളതാണ്, ജാറത്തിങ്ങൾ ചെന്ന് ബറക്കത്തെടുക്കൽ കുഫ്റാണ്, ശിർക്കാണ്. അങ്ങനെ ചെയ്യുന്നവൻ അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്. അല്ലാഹു ഈ ഉമ്മത്തിനെ കാക്കട്ടെ. എന്നാ പഠിക്കണേ. ഖുർആൻ 7-ാം വയസ്സിൽ മനപ്പാഠമാക്കി, 10-ാം വയസ്സിൽ മുവത്ത എന്ന ലോകപ്രശസ്ത ഹദീസ് ഗ്രന്ഥം മനപ്പാഠമാക്കി, 14-ാം വയസ്സിൽ തന്റെ ഉസ്താദ് മുസ്ലിം ഇബ്നു ഖാലിദ് സിഞ്ചി ഫത്വ കൊടുക്കാൻ യോഗ്യത നൽകിയ മഹാനായ ഇമാമുൽ അഇമ്മ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? ഞാൻ ബഗ്ദാദിലെത്തിയാൽ ഞാൻ ചെയ്യുന്ന പണി എന്താ? ഇന്നി ലഅതബറകു ബിഅബീ ഹനീഫ വഅജീഉ ഇലാ ഖബ്രിഹി. ഞാൻ അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിങ്കൽ, ജാറത്തിങ്കലേക്ക് എത്തുന്നു. സുബ്ഹാനല്ലാഹ്.
ഇമാമുകൾ തമ്മിൽ ഹനഫി ഇമാമും ഷാഫി ഇമാമും എത്ര ബഹുമാനത്തിലാണ്. അവരുടെ അനുയായികളും അങ്ങനെയാണ്. പരസ്പരം കലഹിക്കാതെ പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചുമാണ് ജീവിതം നയിക്കേണ്ടത്. അതാണ് നമുക്ക് ഇത് പഠിപ്പിച്ചു തരുന്നത്. ഷാഫി ഇമാം പറയുന്നു, അങ്ങനെ അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിങ്കലിൽ ഞാൻ പോകുന്നു. അവിടെ ചെന്ന് ജാറത്തിങ്കൽ ചെന്ന് ഞാൻ ബറക്കത്തെടുക്കുന്നു. ഖബറിങ്കൽ ചെന്ന് ജാറത്തിങ്കൽ ചെന്ന് ബറക്കത്തെടുക്കൽ ശിർക്കല്ല, കുഫറല്ല, അത് ഹറാമല്ല, അത് തൗഹീദിന് വിരുദ്ധമല്ല. ഇമാമുന ശാഫിഈ പഠിപ്പിക്കുന്നു. എന്നിട്ട് മഹാൻ പറയുന്നു, ഫൈദാ അറദത് ലീ ഹാജത്തുൻ, എനിക്ക് പ്രത്യേകമായി വല്ല ആവശ്യങ്ങളും വന്നാലോ, സ്വല്ലൈതു റക്അതൈനി, ഞാൻ 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കും. അബൂ ഹനീഫ ഇമാമിന്റെ മഖബറയിൽ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ വെച്ച് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കും. എന്നിട്ട് എന്തു ചെയ്യും? അവിടുന്ന് എന്റെ ആവശ്യ പൂർത്തീകരണത്തിന് നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ വെച്ച് ദുആ ചെയ്യുന്നില്ല. പിന്നെന്താ ചെയ്യുന്നത്? വജഇതു ഇലാ ഖബരിഹി, ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ജാറത്തിങ്കലേക്ക് പോകുന്നു. അവിടെ ചെന്ന് എന്തു ചെയ്യും? അവിടെ വെച്ചാണ് ഞാൻ ചോദിക്കുന്നത്, ദുആർക്കുന്നത്. അങ്ങനെ അബൂ ഹനീഫ ഇമാമിന്റെ ഹളറത്തിൽ വെച്ച് ജാറത്തിങ്കൽ വെച്ച് ബറക്കത്തെടുത്ത് ഞാൻ അങ്ങ് ദുആ ചെയ്താലോ, ഫമാ തബഉദു അന്നി ഹത്താ തുഖ്ളാ, എന്റെ ആവശ്യം നിറവേറാതിരുന്നിട്ടില്ല. 1000 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥം ഇമാം ഹാഫിദ് ഖതീബുൽ ബഗ്ദാദിയുടെ താരീഖ് ബഗ്ദാദ് എന്ന ഈ കിതാബിന്റെ 1-ാമത്തെ വാള്യം 135-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അവരാരും മുശ്രിക്കല്ല, കാഫിറല്ല. ഈ തവസ്സുലും ഇസ്തിഗാസയും തശഫ്ഫുഉം ഇസ്തിശ്ഫാഉം ജാറത്തിങ്കൽ പോകലും ഇതൊന്നും ശിർക്കല്ല, കുഫറല്ല. സഹോദരങ്ങളെ, ഇത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.